ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ 65 ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റിലുള്ള ചിക്കൻ 65 ആണ്. അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ പീസായിട്ടല്ല, ഒരു മീഡിയം സൈസിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.25 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി നോക്കിയിട്ട് എടുക്കുക. എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുക. പിന്നെ ഇതിലേക്ക് നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എല്ലാം ടീസ്പൂണിലാണ് അളവ് പറയുന്നത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനങ്ങനെ ഓവറായിട്ട് എരിവൊന്നും ഉണ്ടാവില്ല, എരിവെല്ലാം കറക്റ്റ് ആയിരിക്കും ഇതുപോലെ ഇട്ടാൽ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തൈരാണ്. നേരിയ പുളിയുള്ള നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുക്കുക. പുളി കൂടുതലുള്ള തൈര് നമ്മൾ എടുക്കാനായിട്ട് പാടില്ല, അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും. നേരിയ പുളിയുള്ള നല്ല കട്ട തൈര് ഒരു 5 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ നമ്മൾ എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇതുപോലെ മസാല പുരട്ടി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ മസാലയെല്ലാം വെള്ളമായിട്ട് അതിൽ കറക്റ്റ് കോട്ടായിട്ട് കിട്ടില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു കളർ കിട്ടാൻ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴുള്ളൊരു ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫുഡ് കളർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിനെ നോക്കിയിട്ട് എടുക്കുക. ഫുഡ് കളർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഫ്രിഡ്ജിൽ 1 മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് ഇതിൽ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ മസാല വേണ്ടത്. ഒട്ടും ലൂസായിട്ട് പോവരുത്, അതുപോലെ ഇങ്ങനെ തീരെ ഡ്രൈ ആയിട്ടും പോവരുത്. ഈ കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. കുറേ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ ആയിട്ട് പോകും. ഇത് കറക്റ്റ് കുക്കാവുന്ന വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പിൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലൊട്ടും അങ്ങനെ എണ്ണയൊന്നും കുടിക്കില്ല. ഉള്ള എണ്ണയെല്ലാം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്.
നമ്മുടെ ചിക്കൻ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.